ഹായ്! എല്ലാവർക്കും നന്ദസ് ടാങ്കി ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ലെയർ ആയിട്ടൊരു പൊറോട്ട ഉണ്ടാക്കാം. പക്ഷേ അതധികം കഷ്ടപ്പെടണ്ട, വീശണ്ട അങ്ങനെയൊന്നും വേണ്ട. പിന്നെ കൂടെ ഒരു ഈസി ആയിട്ടൊരു ചിക്കൻ കറി. അപ്പോൾ ആദ്യം പൊറോട്ട ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പൊരു 1/2 ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത്. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ. ഞാൻ പഞ്ചസാര വലിയ തരിയായതുകൊണ്ട് പൊടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തരിയാണെങ്കിൽ അത് മതി. വലിയ തരിയാണെങ്കിൽ പൊടിച്ചിട്ടെടുക്കുന്നതാണ് നല്ലത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് പൊടിച്ചത്. പിന്നെ ഒരു 3 നുള്ള ബേക്കിംഗ് സോഡ, നമ്മുടെ സാധാരണ സോഡ പൗഡർ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. സോഡാപ്പൊടിയും ഉപ്പും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ആവട്ടെ. ഇനി ഒരു മുട്ട ഒരു ചെറിയ ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് നന്നായി അടിച്ച ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കുക. ആദ്യം ഇത് പുട്ടിനൊക്കെ കുഴക്കുന്ന രീതിയിൽ പതുക്കെ കുഴച്ചെടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചു കൊടുക്കുക. ഞാൻ മൊത്തം 3/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് പുട്ടിന് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളമെല്ലാം ഒരുമിച്ച് ഒഴിച്ച് കുഴക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇപ്പം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ ഒരു ലൂസായ പരുവത്തിന് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂണോളം എണ്ണ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. പൊറോട്ടയ്ക്കുള്ള മാവ് വളരെ നന്നായിട്ട് കുഴച്ചെടുത്താലാണ് അത് നല്ല സോഫ്റ്റായി വരുള്ളൂ. പാത്രത്തിലിട്ട് കുഴച്ചാൽ അത് ആവില്ല. അതുകൊണ്ട് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് കുഴച്ചെടുത്താലാണ് നല്ല പൊറോട്ട നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാനിതുകൊണ്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. പൊറോട്ട നന്നായിട്ട് കുഴക്കണം. ഒരു കൈ കൊണ്ട് കുഴച്ച് ഞാൻ മടുത്തു. അപ്പോൾ 2 കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നല്ലൊരു ഉരുളയാക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലിട്ട് ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് ഇങ്ങനെ മൂടിയിടാം. എന്നിട്ടത് പാത്രവും മൂടി വയ്ക്കാം. അതിനുശേഷം 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ നേരം വരെ കഴിഞ്ഞ് വന്നിട്ട് പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂറായി. നമുക്ക് നമ്മുടെ പൊറോട്ട മാവ് എന്തായെന്ന് നോക്കാം. അപ്പം പൊറോട്ട മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കാം. മാവ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഷേപ്പ് ആക്കിയെടുക്കാം. അതിനുശേഷം കത്തി കൊണ്ട് നമുക്കിത് ഒരുപോലെ മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കാൻ വേണ്ടി എടുക്കില്ലേ ഉണ്ടകളായിട്ട്, അതുപോലെ എടുത്താലും മതി. ഇനി ഇതെല്ലാം ഓരോന്നായി എടുത്തൊന്ന് ഉരുട്ടി വയ്ക്കാം. ഇനി ഇത് ഓരോന്നായി എടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കണം. നന്നായിട്ട് പരത്തിയെടുത്തോളൂ. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും പോലെ പരത്തിയെടുത്തോളൂ. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇങ്ങനെ വിതറിയ ശേഷം ഈ പരത്തി വെച്ചിരിക്കുന്ന എടുത്ത് അങ്ങോട്ടൊന്ന് മാറ്റിയിടണം. ഇതിങ്ങനെ കൈകൊണ്ട് നമുക്ക് പറ്റുന്ന അത്രയും നന്നായി ഇങ്ങനെ വലിച്ച് പരത്തിയിടുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ പുറത്തേക്ക് എണ്ണ നല്ലവണ്ണം തൂത്ത് കൊടുക്കുക. നന്നായി തേച്ച് കൊടുത്തോളൂ എണ്ണ. ഇനി അടുത്ത ഒരു ബോളും എടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. നന്നായി എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഇതും ഇങ്ങനെ നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഈ പരത്തിയെടുത്തത് എടുത്ത് ആദ്യം പരത്തിയതിൻ്റെ മുകളിലിടുക. എന്നിട്ടിത് എല്ലാ വശത്തുനിന്നും ഇങ്ങനെ വലിച്ച് ആദ്യം പരത്തിയതിൻ്റെ ഒപ്പം ആക്കുക. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ നിറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബോളുകളെല്ലാം ഇങ്ങനെ പരത്തി മുകളിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം പരത്തി അതിൻ്റെ മുകളിൽ നന്നായി എണ്ണ തേച്ച് കൊടുത്ത് കുറച്ച് മൈദയും വിതറിയിട്ടാണ് ഇങ്ങനെ മുകളിലായി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിങ്ങനെ പതുക്കെ ചുരുട്ടിയെടുക്കണം. കണ്ടില്ലേ? എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ആ താഴെ ഉണ്ടായിരുന്നതിൽ കുറച്ച് എണ്ണ കുറവാണ്. അതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു കത്തി എടുത്ത് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കണം. ആദ്യം നമ്മൾ മുറിച്ച പോലെ തന്നെ ഒരു കത്തി എടുത്ത് ഇതൊരു പാകത്തിന് മുറിച്ചെടുക്കുക. കണ്ടില്ലേ?
ഒരു 1 ഇഞ്ച് വ്യത്യാസത്തിൽ നമുക്കിത് മുറിച്ചെടുക്കാം. എല്ലാം ഇങ്ങനെ ഏകദേശം ഒരേ കനത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിനി ഓരോന്നും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, നല്ല ലെയർ ആയിട്ട് വന്നിട്ടില്ലേ? ഇനി ഇത് പരത്തി എടുത്താൽ മതി. നമ്മുടെ പൊറോട്ട റെഡിയാണ്. ഇതെല്ലാം എടുത്ത് ഒന്നിങ്ങനെ ജസ്റ്റ് പരത്തി വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് പൊറോട്ട പരത്തി ചുട്ടെടുക്കാം. അതിനു മുമ്പ് ഇതിൻ്റെയൊക്കെ പുറത്തിങ്ങനെ നല്ലവണ്ണം എണ്ണ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊറോട്ട പരത്തിയെടുക്കാം. അറിയാലോ, ചപ്പാത്തിക്കോലിൻ്റെ ഒന്നും ആവശ്യമില്ല പൊറോട്ട പരത്തിയെടുക്കാൻ. കൈകൊണ്ടാണ് പരത്തുന്നത്. കണ്ടോ, ഇങ്ങനെ നന്നായി പരത്തിയെടുക്കണം. കണ്ടോ, കൈയുടെ ഈ ഭാഗം വെച്ച് നന്നായി പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാക്കണ്ട. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു അരമിനിറ്റിന് ശേഷം നന്നായി എണ്ണ തടവി കൊടുക്കുക അതിൻ്റെ പുറത്തേക്ക്. പൊറോട്ടയ്ക്ക് നല്ല എണ്ണ വേണം, എന്നാലാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് തവി കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. മറിച്ചിട്ട പുറത്തൊന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 3/4 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട റെഡിയായി. നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. എല്ലാ പൊറോട്ടയും ഇങ്ങനെ പരത്തിയെടുത്ത് ചുട്ടെടുക്കുക. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് നല്ല പൊറോട്ട നന്നായി വരുള്ളൂ. പൊറോട്ട എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്താലാണ് പൊറോട്ടയുടെ ലെയറൊക്കെ ഒന്ന് നന്നായി തെളിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിലൊരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. ചിക്കൻ കറി നമ്മൾ അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ പൊടികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. ചിക്കൻ ഏകദേശം 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. സവോളയൊക്കെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. സവോള 2 എണ്ണം നീളത്തിൽ അരിഞ്ഞതാണ്. പച്ചമുളക് 3 എണ്ണം ഉണ്ട്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടിച്ചെടുത്തതാണ്. ഏകദേശം 7 ഗ്രാം ഇഞ്ചിയും 8 ഗ്രാം വെളുത്തുള്ളി ഉണ്ടായിരുന്നു. പിന്നെ തക്കാളി 2 എണ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ കൊത്തിയെടുത്തതുണ്ട്. ചിക്കൻ കറി അപ്പോൾ എളുപ്പത്തിന് വേഗം റെഡിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. ചൂടായ കുക്കറിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കണം. ഇനി പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായി വഴറ്റിയെടുക്കണം. ഒരുപാട് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് പതുക്കെ ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയ ശേഷം 2 മിനിറ്റ് നേരം മൂടി വെച്ച് വഴറ്റണം. അപ്പോൾ 2 മിനിറ്റ് നേരം വഴറ്റിയെടുത്തു. തക്കാളി അത്യാവശ്യം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിക്കേണ്ടതില്ല. ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം മതി ഇത് വെന്ത് കിട്ടാൻ. അപ്പോൾ വെയിറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഹൈയിലിടാം. ഇനി നമുക്ക് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തിടാം. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം നമുക്ക് നമ്മുടെ കറി എന്തായെന്നൊന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഗ്രേവിയും പാകത്തിനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കറിയും പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ പൊറോട്ട നമ്മുടെ അടുക്കളയിൽ തന്നെ വളരെ സ്വാദോടുകൂടി സോഫ്റ്റായി ലെയറോട് കൂടി നമുക്ക് ചെയ്തെടുക്കാം, കടയിലെ പോലെ തന്നെ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്